ഹലോ, ഗുഡ് ഈവനിങ് ഗൈസ്. ഒരു കഥ പറഞ്ഞു തരാം. ഒരു ഞായറാഴ്ച കഥ. ഞങ്ങൾ ഞായറാഴ്ച എങ്ങടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തിറങ്ങാറുണ്ട്. എപ്പോഴും പുറത്തിറങ്ങും, എങ്ങടെയെങ്കിലുമൊക്കെ. ഞാനും എൻ്റെ ഹസ്ബൻഡും കസിൻസും എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയ ഒരു കഥയാണിത്. ഞങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങാൻ സമയം 6 മണിയായി. വൈകുന്നേരം 6 മണിക്കാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. എവിടേക്കാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പകുതി വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ മുന്നർക്കോട് നിന്ന് അട്ടപ്പാടിയിലേക്ക് പോവുകയാണ് വൈകുന്നേരം 6 മണിക്ക്. ഞങ്ങൾ പകുതി എത്തുമ്പോഴേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മഴ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആരുടെ കയ്യിലും കോട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കസിൻ്റെ ഒരാളുടെ കയ്യിൽ മാത്രം കോട്ടുണ്ടായിരുന്നു, വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒറ്റ ആളുടെ കയ്യിലും കോട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, മഴ നനഞ്ഞ് തന്നെ പോകണം. പ്ലാൻ എന്തായാലും ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ മഴ കൊണ്ട് കവറൊക്കെ ഇട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് ഞങ്ങൾ അട്ടപ്പാടിയിലേക്ക് പോയി. ആ കാഴ്ചയാണ് ഇതിപ്പോൾ കാണുന്നത്. അങ്ങനെ അട്ടപ്പാടിയിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് റിട്ടേൺ പോകുന്ന തിരക്കാണ് നമ്മൾ അധികം കണ്ടായിരുന്നത്. കാരണം ആ ഒരു ടൈമായി 7:30 8 മണി ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം ആൾക്കാരും റിട്ടേൺ വരികയാണ്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അധികം ആൾക്കാർ റിട്ടേൺ വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറാൻ നിന്നില്ല. ഇതുവരെ മാത്രം കയറിയിട്ട് കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചു നിന്നു. അപ്പോഴാണ് അവിടെ ഐസ്ക്രീം വണ്ടിയും ബസ് വരുന്നതും എല്ലാം കണ്ട്. അപ്പോൾ ഐസ്ക്രീം വേണ്ടിയിട്ട് അവിടേക്ക് ഞങ്ങൾ പോവായിരുന്നു. അവിടെ പോയപ്പോൾ കുറേ ഐസ്ക്രീമുകൾ പറഞ്ഞു. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ വായിൽ വെള്ളം വരുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ട് ഉപ്പിലിട്ട മാങ്ങ തിന്നാന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഈ വണ്ടികളൊക്കെ പോകുന്നത് കണ്ട് കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ തിന്നാൻ വേണ്ടി നടക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി ഉപ്പിലിട്ട മാങ്ങ ഞങ്ങൾ രണ്ടാളും, ഞാനും കിങ്ങിണിയാണ് മെയിൻ, ഞങ്ങൾ രണ്ടാളും കഴിച്ച് ഞങ്ങളിത് റിട്ടേൺ തിരിക്കുകയാണ്. അപ്പോൾ അനിയൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നല്ല മഴയും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഓരോന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പോരുകയാണ്. പനി അങ്ങനെ ഫ്രണ്ടിൽ പോകുമ്പോൾ വീഡിയോയ്ക്ക് പോസ് കൊടുക്കുന്നതാണ് അതൊക്കെ. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടി, ഞങ്ങൾ രണ്ടാളും കൂടി പാട്ടൊക്കെ പാടി വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോകുന്നുകൊണ്ടിരിക്കും. ബാക്കിൽ ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പൽമാസയെക്കുറിച്ചിട്ട്, പുള്ളോത്തിയുടെ പൽമാസ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയ കാഴ്ചയാണ് ബാക്കി.